കേന്ദ്ര സർക്കാരും ഇ ഡിയും കേരളത്തെ CPM-നെ വിടാതെ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോഴിതാ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പാകെ ED വളരെ സുപ്രധാനമായ ഒരു വിവരം കൊടുത്തിരിക്കുന്നു. CPM-ന് കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകളുണ്ടായിരുന്നു. സഹകരണ ബാങ്കിൽ അറിയാമല്ലോ ടി ജി, ഈ നമുക്ക് മെമ്പർമാർക്ക് മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു മെമ്പർഷിപ്പും ഇല്ലാതെ CPM-ൻ്റെ പണം രഹസ്യമായി 5 അക്കൗണ്ടുകളിലായി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ED പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നത്? അല്ല, പൊളിറ്റിക്കൽ പാർട്ടികളുടെ അക്കൗണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെ അറിയിക്കണം. അവരെ അറിയിക്കാതെ വെച്ച അക്കൗണ്ടാണെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഏജൻസീസ് ഇവരെ അറിയിക്കും. ഇൻകം ടാക്സുകാരെ അറിയിക്കും, അല്ലെങ്കിൽ ED അറിയിക്കും. കാരണം പൊളിറ്റിക്കൽ പാർട്ടികൾ നിരന്തരം ഇലക്ഷൻ കമ്മീഷൻ്റെ നിരീക്ഷണത്തിലാണ്. ഉപദ്രവിക്കുകയൊന്നുമില്ല. അവർക്ക് വരുന്ന കാശ് പോക്കൊക്കെ അത് ഇലക്ഷൻ കമ്മീഷനിൽ അവർ കണക്ക് കൊടുക്കണം. അപ്പോൾ കണക്കിൽപ്പെടാതെ ഒരു 5 അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ED റിപ്പോർട്ട് ചെയ്യും. അതാ ഇങ്ങനൊരു 5 അക്കൗണ്ട് അവരുടെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിൽ ഭയപ്പെടാനൊന്നുമില്ല എന്ന് MP ഗോവിന്ദൻ പറയുന്നുണ്ട്. ഭയപ്പെടാനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ രഹസ്യമാക്കി വെച്ചത് എന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി പറയണം. കമ്മീഷനോട് മറുപടി പറയണം. കമ്മീഷൻ ചോദിക്കും, അത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് ഈ 5 അക്കൗണ്ട് ഉണ്ടായിട്ട് ഞങ്ങളോട് പറയാനുള്ളത് എന്തുകൊണ്ട്? നിങ്ങളുടെ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നും തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ വൈ ദിസ് വാസ് നോട്ട് ഡൺ. അതിന് ഇവർ മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, ഇതിൽ കിടക്കുന്നത് ഇപ്പോൾ ഈ 5 അക്കൗണ്ട് ഉണ്ട്. ആ 5 അക്കൗണ്ടിൽ എത്ര കോടി രൂപയാണ് കിടക്കുന്നത്? അത് വന്നിട്ടില്ല, അതിൻ്റെ വിശദാംശം വന്നിട്ടില്ല. അത് പിന്നെ ED അത് പുറത്ത് പറയാൻ പോകുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ചിലപ്പോൾ അത് പറഞ്ഞു എന്ന് വരും, പറയേണ്ടി വരും. കാരണം ഇലക്ട്രൽ ബോണ്ട് സംഗതി എല്ലാവരെയും തുണിയഴിച്ച് നിർത്തിയിരിക്കുകയാണെന്നാണല്ലോ വെയ്പ്പ്. അപ്പോൾ ഇവരുടെയും കൂടെ ഒന്ന് തുണിയഴിച്ച് നിർത്തിയാൽ മതി. ഈ കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? പൊതുജനങ്ങളാണ് ഞങ്ങളുടെ അക്ഷയപാത്രം. ഈ അക്ഷയത്തിൽ പാത്രം ഏതാണെന്നറിയാമോ? ആള് ജനം, പാത്രം കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ഇത് കരുവന്നൂർ മാത്രമല്ല, ഇവർക്ക് പല സ്ഥലത്തും ഇവരുടെ കള്ളപ്പണം പാർക്ക് ചെയ്തിരിക്കുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കുകളിലാണ്. അത് നഷ്ടപ്പെട്ടതിൻ്റെ വേവലാതിയായിരുന്നു നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത്. നോട്ട് നിരോധന സമയത്ത് വലിയൊരു സമരവും സത്യാഗ്രഹവും RBIയുടെ മുമ്പിൽ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നു. തോമസ് ഐസക്ക് അവരിവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജനം ക്യൂ നിന്ന് വിഷമിക്കുന്നു, ആ കഷ്ടപ്പാടാണ്, ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെയാണ്. ഒന്നുമല്ല. ഇവരുടെ ആവശ്യം എന്താണെന്നറിയാമോ? കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നോട്ട് മാറാനുള്ള അവകാശം കൊടുക്കണം. കാരണം ഇവരുടെ കള്ളപ്പണം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അത് വെള്ളപ്പണമാക്കണമെങ്കിൽ പുതിയ നോട്ടാക്കണ്ടേ? പഴയ നോട്ടിൻ്റെ വില പോയില്ലേ? അവർക്കും കൂടെ ഈ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞാണ് സമരം. സമരത്തോടൊപ്പം ഇവർ ഹൈക്കോടതിയിലും പോയി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹൈക്കോടതിയിൽ പോയി, ഞങ്ങൾക്ക് നോട്ട് മാറാനുള്ള അവകാശം വേണം. RBI പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ആരെ ഈ ഇന്നത്തെ പത്രത്തിൽ ഉപയോഗിക്കരുത്. ഇത് എൻ്റെ ഓർമ്മയിൽ 4ാമത്തെ പരസ്യം റിസർവ് ബാങ്കിൻ്റെ. ബട്ട് സ്റ്റിൽ ആളുകൾ കൊണ്ടുപോയിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ ഇടും. കാരണം പൊതുവേ കേരളത്തിൽ ചെയ്യുന്നത്, കേരളത്തിലല്ല ഭാരതം മൊത്തം ചെയ്യുന്നതാണ്, വസ്തു വിൽപ്പന വാങ്ങലൊക്കെ നടക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കാനായിട്ട് കാശ് കുറച്ച് കാണിക്കും. അതെന്തോ ഒരു ചടങ്ങ് പോലെയാണ്. എല്ലാവരും അത് ചെയ്യും. കുറച്ച് ക്യാഷായിട്ട് മേടിക്കും, ബാക്കി ബാങ്കിലിടാൻ പറയും. ഈ ക്യാഷ് കള്ളപ്പണമാണ് വാസ്തവത്തിൽ. എന്നിട്ട് നമ്മൾ 0.5% 1% പലിശ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഇടും. സ്വാഹ, അത് പോയി. ഇങ്ങനെയാണ് ഈ പലർക്കും ഈ കേസ് റേസ് ചെയ്യാൻ പറ്റാത്തത്. എന്താ? ടെക്നിക്കലി സ്പീക്കിംഗ് ഇവർ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് കള്ളപ്പണമാണ്. അപ്പോൾ പിന്നെ കേസുമായിട്ട് പോയി, തനിക്ക് എത്ര കിട്ടാനുണ്ട്? 5 ലക്ഷം. അതെവിടുന്നാ? അതിങ്ങനെ ഞാൻ വസ്തു വിറ്റ കാശാണ്. അതിൻ്റെ ടാക്സ് അടച്ചില്ലല്ലോ, പിടിക്കും. അല്ല, ഈ നോട്ട് നിരോധനം വിജയകരമായിരുന്നു എന്നാണോ ടി ജി പറയുന്നത്? അതെ. പക്ഷേ സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിയായ ജസ്റ്റിസ് നാഗരത്ന ഇന്നലെ ഹൈദരാബാദിലെ ഒരു ലോ കോളേജിലൊരു പ്രസംഗത്തിൽ പറഞ്ഞു 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകളാണ് പിൻവലിച്ചത്. അതിൽ 98% തിരിച്ചു വന്നു. ഇവർ ഈ വിധി നോട്ട് നിരോധനത്തിന് എതിരെ വിധി പറഞ്ഞ ജഡ്ജിമാരിലൊരാളാണ്. അപ്പോൾ പരസ്യമായി അവർ നോട്ട് നിരോധനം തെറ്റായിരുന്നെന്നും അനാവശ്യമായിരുന്നെന്നും ഒരു സുപ്രീം കോടതി ജഡ്ജി, സിറ്റിംഗ് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. അല്ല, വാസ്തവത്തിലുണ്ടല്ലോ, ജഡ്ജിമാർ അവരുടെ ജഡ്ജ്മെൻറ്റിലൂടെയാണ് സംസാരിക്കുന്നത്.
അതിന് പുറത്ത് പൊതുയോഗത്തിൽ സ്വന്തം ജഡ്ജ്മെൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ വേറൊരു ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റിനെ പറ്റിയോ ഒക്കെ പറയുന്നത് ഇംപ്രോപ്പറാണ്. പറഞ്ഞുകൂടാ എന്നൊരു നിയമമൊന്നുമില്ല, ബട്ട് ജനറലി അവർ പറയാറില്ല. പക്ഷേ ഇതിനൊരു വ്യത്യാസം വന്നത് ചന്ദ്രചൂഡ് YV ചന്ദ്രചൂഡ്, ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ശബരിമല കേസിൽ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരുന്നില്ല. ആ കേസിൻ്റെ റിവ്യൂ കേൾക്കേണ്ടതും ചന്ദ്രചൂഡ് അടങ്ങുന്ന ബെഞ്ചാണ്. പക്ഷേ ചന്ദ്രചൂഡ് ബോംബെയിലെ ഒരു ചടങ്ങിൽ ഈ സുപ്രീം കോടതി വിധിയെ, പ്രത്യേകിച്ചും താൻ എഴുതിയ വിധിയെ, അനുകൂലമായിട്ട് എഴുതിയ 4 ജഡ്ജിമാരിൽ ഒരാൾ ചന്ദ്രചൂഡായിരുന്നു. സത്യം ഞാനത് പരിശോധിച്ച് നോക്കി, മോസ്റ്റ് കോംപ്രഹെൻസീവ് ജഡ്ജ്മെൻ്റ് അതിൽ ചന്ദ്രചൂഡിൻ്റെയാണ്. കോംപ്രഹെൻസീവ്, എല്ലാ പോയിൻറ്റും കവർ ചെയ്തുകൊണ്ടുള്ള. മറ്റ് ജഡ്ജിമാരൊക്കെ പല പോയിൻ്റൊക്കെ അവർ വിട്ടിട്ടുണ്ട്. ബട്ട് ഇദ്ദേഹം സകല പോയിൻ്റ് ആരെന്ത് കോടതിയിൽ റേസ് ചെയ്തോ അതിനെല്ലാം മറുപടി പറഞ്ഞാണ് പോയിരിക്കുന്നത്. ആ മറുപടി നമുക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ റിവ്യൂ പെറ്റീഷൻ കേൾക്കാനിരിക്കെ ഈ വിധിയെ ന്യായീകരിച്ചുകൊണ്ട്, തൻ്റെ വിധിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു. അതൊരു സീരിയസ് ഇംപ്രോപ്പറേറ്റി ആയിരുന്നു. ഇപ്പോൾ നാഗരത്നം ചെയ്യുന്നതും അതാണ്. നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ നിയമവിരുദ്ധമല്ല, പക്ഷേ അത് ചെയ്തുകൂടാത്ത, ജഡ്ജിമാർ ചെയ്തുകൂടാത്തതാണ്. അവരുടെ ജഡ്ജ്മെൻറ്റ് ഷുഡ് സ്പീക്ക് ഫോർ ദംസെൽവ്സ്. അല്ലാതെ ആ ജഡ്ജ്മെൻറ്റ് വ്യാഖ്യാനിച്ചും വലുതാക്കിയൊക്കെ അവിടെ ഇവിടെയും പ്രസംഗിച്ചുകൊണ്ട് നടന്നല്ല അവർ കയ്യടി. തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര സർക്കാർ കാരണവശാലും ഒരു ജഡ്ജി കയ്യടി കിട്ടാൻ വേണ്ടി പ്രസംഗിക്കരുത്. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ പ്രസംഗിക്കാനേ പോകരുത്. അതൊക്കെയാണ് പഴയ ജഡ്ജിമാരുടെ ജഡ്ജിമാരെല്ലാം കൂടി വരിക. ആ പ്രസംഗിക്കുകയോ വാഗ്വാദത്തിൽ ഏർപ്പെടുക. നാളെ ഇനി ഇപ്പോൾ TV ചർച്ചയിൽ സിറ്റിംഗ് ജഡ്ജി വരുമായിരിക്കും. എനിക്കറിയില്ല, അങ്ങനെയാണ്. അല്ല, പത്രസമ്മേളനം നടത്തിയല്ലോ, 4 പേര് ഇറങ്ങി വന്ന്. യെസ്, അത് വലിയ കാര്യമാണെന്ന് പ്രതിപക്ഷം പറയുന്നപ്പോഴും. എന്നിട്ട് പ്രതിപക്ഷത്തിന് പറ്റിയ കുഴപ്പം നോക്ക്. പത്രസമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചത് രഞ്ജൻ ഗൊഗോയാണ്. ഈ രഞ്ജൻ ഗൊഗോയ് മറ്റേ ദീപക് മിശ്ര പോയി, ദീപക് മിശ്രയുടെ പ്രതിഷേധിച്ചാണ് ഇവർ പത്രസമ്മേളനം നടത്തിയത്. രഞ്ജൻ ഗൊഗോയ് വന്നപ്പോൾ ആദ്യമേ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി, ഒരു കേസും മെൻഷൻ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് രജിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യും. വലിയ ഷോക്കായിപ്പോയി ആർക്കിവർക്ക്. പ്രശാന്ത് ഭൂഷൺ, ദുഷ്യന്തവേ, കപിൽ സിബൽ ഇവരൊക്കെ രാവിലെ വന്നിട്ടൊരു ബഹളം അങ്ങ് വയ്ക്കുകയാണ്. ഉടനെ അവരുടെ കേസും കേൾക്കും. ഇതായിരുന്നു സുപ്രീം കോടതിയിലെ പരിപാടി. ഇത് രഞ്ജൻ ഗൊഗോയ് നിർത്തിയപ്പോൾ രഞ്ജൻ ഗൊഗോയ് ഇവിടെ ശത്രുവായി. ഇവിടെ ഇതിനാണോ നമ്മൾ ഇയാളെ പൊക്കി കൊണ്ടു നടന്നത്? അയാൾ നിഷ്കരണം കട്ട് ചെയ്തു. മാത്രമല്ല, നമ്മളുടെ ആന്ധ്രയിൽ നിന്നുള്ള ആ ജഡ്ജി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഡി രാജ പോയി. ചെലമേശ്വർ, ജസ്തി ചെലമേശ്വർ. ഡി രാജ പോയത് എങ്ങനെയാണെന്നറിയാമോ? ഔട്ട് എന്നെഴുതിയ ഗേറ്റിലൂടെ അകത്തേക്ക് പോയി ചെലമേശ്വറിൻ്റെ വീട്ടിലേക്ക്. അതടക്കം ക്യാമറയിൽ വന്നു. ഡി രാജ വല്ലാതെ വിഷമിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് മാധ്യമങ്ങൾ നിൽക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് അന്വേഷിക്കാൻ ഞാൻ അകത്തേക്ക് പോയതാണ്. ഇതെന്താ കാര്യം എന്ന് അന്വേഷിക്കാൻ മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ ഒരു വണ്ടി നിർത്തിയിട്ട് എന്താ ഇപ്പോൾ ഇവിടെ ബഹളം എന്ന് ചോദിക്കരുതോ? ബഹളം എന്താണെന്നറിയാനായിട്ട് പുള്ളിയുടെ വണ്ടി ഔട്ടിൽ കൂടെ അകത്തേക്ക് കയറി, എന്നിട്ട് ഇന്നിലൂടെ തിരിച്ചിറങ്ങി വന്നു. ഇതൊക്കെ ഈ നാടകമൊക്കെ എൻഡ് റിസൾട്ട് എന്തായി? ഗൊഗോയ് ഇവരുടെ ശത്രുവായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ നാഗരത്ന എന്താണെന്ന് വെച്ചാൽ, ഇവർ നമ്മുടെ ഏഷ്യാനെറ്റ് വിനോടക്കം നോട്ട് നിരോധനം വന്നപ്പോൾ അവർ തീരുമാനിച്ചു ഈ ഒരു 85% നോട്ടേ തിരിച്ചു വരുള്ളൂ, 15% തിരിച്ചു വരില്ല. കാരണം അത് കള്ളപ്പണമാണ്, അല്ലെങ്കിൽ കള്ളനോട്ടാണ്, ഇത് തിരിച്ചു വരില്ല. അപ്പോൾ 85% മാത്രം തിരിച്ചു വന്നാൽ നമ്മൾ ജയിച്ചു. ബാക്കി 15% നമുക്ക് പുതിയ കറൻസി അടിക്കാം, അപ്പോൾ അത്രയും നമുക്ക് പൈസ കിട്ടും. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ പൊഴിഞ്ഞതിൻ്റെ നിരാശയാണ് ഇവർക്ക്. 98% തിരിച്ചു വന്നു. എന്തുകൊണ്ടാണ് 98%? നോട്ട് നിരോധനത്തിൻ്റെ ആ സീക്വൻസ് ആൾക്കാർ മറന്നു പോകുന്നു. നോട്ട് നിരോധിച്ച ദിവസം തന്നെ മോദി പറഞ്ഞു, അപ് ടു 2 lakhs നോ എക്സ്പ്ലനേഷൻ റിക്വയർഡ്, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു. मैं जानता हूँ सबके पास में कुछ ബ്ലാക്ക് മണി ഹേ. എല്ലാവരുടെ കയ്യിൽ ഇപ്പം ഈ പറഞ്ഞ ഭൂമി വിൽക്കുമ്പോഴുള്ള ടാക്സ് വെട്ടിപ്പ്, അത് ഇത്, സ്വർണം വാങ്ങുമ്പോൾ സ്വർണ്ണക്കടക്കാരന് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യം, ബില്ല് വേണോ വേണ്ടയോ? വേണ്ടാന്ന് പറയും. അത്രയും കളപ്പണമാണത്. അപ്പോൾ മോദി പറഞ്ഞു, നമ്മൾ ഇതുവരെ പിന്തുടർന്നു വന്ന ഒരു ശീലം, ആ ശീലം വെച്ചിട്ട് ടെക്നിക്കലി നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണമുണ്ട്,
കുഴപ്പമില്ല, ഞാൻ അംഗീകരിക്കുന്നു. 2 lakhs വരെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തോ, നോ ക്വസ്റ്റ്യൻസ് ആസ്ഡ്. ഇത് കഴിഞ്ഞ് അടുത്ത സ്കീം വന്നു, നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണമുണ്ട്, പ്ലീസ് ഡെപ്പോസിറ്റ് ദാറ്റ്. അതിൻ്റെ 75% നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. 25% 4% പലിശയ്ക്ക് 5 വർഷത്തേക്ക് അതേ ബാങ്കിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ ഈ പൈസ തിരിച്ചു കിട്ടും, കള്ളപ്പണം തന്നെ നിങ്ങളെ തിരിച്ചു കിട്ടും. 4% പലിശ ഉണ്ടാവുള്ളൂ. ഇത് സ്ത്രീകളുടെ എന്തോ യോജന അതിനു വേണ്ടി ഉപയോഗിക്കും. വനിതാ കല്യാൺ യോജനയോ മഹിളാ കല്യാൺ യോജന അതിന് ഉപയോഗിക്കും. കുറേ പേര് അങ്ങനെ ഇട്ടു. അടുത്ത സ്റ്റെപ്പ് വന്നു, നിങ്ങളുടെ പൈസ ഇട്ടോളൂ, 50% തിരിച്ചെടുക്കുക, 50% ഈ കണ്ടീഷനിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും, 4% ഇൻട്രസ്റ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യും. പിന്നെ പറഞ്ഞു ദിസ് ഈസ് ലാസ്റ്റ് ചാൻസ്, 25% നിങ്ങൾക്ക് എടുക്കാം, 75% ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇനി ഇത് കവിഞ്ഞ് കളി പാടില്ല, പിന്നെ മൊത്തം പിടിച്ചുകൊണ്ട് പോകും ഞാൻ. സോ മെനി പീപ്പിൾ യൂസ് ദിസ്. ബ്ലാക്ക് മണി ഉണ്ടായിട്ട് അപ്പോൾ ബ്ലാക്ക് മണി ആ വഴിക്ക് സർക്കാരിൻ്റെ കയ്യിലെത്തി, വൈറ്റായി. ഇനി വേറൊന്നുകൂടെ സംഭവിച്ചു. പാകിസ്ഥാൻ അടിച്ച നോട്ടുണ്ടല്ലോ, കള്ളനോട്ട്. ഈ കള്ളനോട്ട് ഇന്ത്യൻ നല്ല നോട്ടിനേക്കാൾ നല്ല നോട്ടായിരുന്നു. അന്ന് ഇത് ഈ പത്രങ്ങൾ ഇത് പുറത്തു പറയില്ല. ഈ ചിദംബരം എന്ന് പറയുന്ന മഹാൻ നാസിക് സെക്യൂരിറ്റി പ്രസ്സിൽ നമ്മളുടെ അച്ചടി നിർത്തിയിട്ട് ഫോറിനിലെ ഒരു പ്രസ്സിൽ കൊണ്ടുപോയി കൊടുത്തു. അതേ പ്രസ്സിലാണ് പാകിസ്ഥാൻ്റെ നോട്ടും അച്ചടിക്കുന്നത്. രണ്ടുപേരും പേപ്പർ വാങ്ങിക്കുന്നത് ഒരേ സ്ഥലത്താണ്. സോ ഇറ്റ് വാസ് ഈസി ഫോർ പാകിസ്ഥാൻ ടു പ്രിൻറ്റ് നോട്ട്. നമ്മളെക്കാൾ എഫിഷ്യൻ്റായിട്ട് നമ്മളുടെ നോട്ട് റിസർവ് ബാങ്കിനും മനസ്സിലാകുന്നില്ല ഇത് ഏതാണ് ശരിയായ നോട്ടെന്ന്. റിസർവ് ബാങ്കിന് മനസ്സിലാകുന്നില്ല. സ്ലോലി റിസർവ് ബാങ്ക് അണ്ടർസ്റ്റുഡ് ദാറ്റ് റിസർവ് ബാങ്ക് പോലും അറിയാതെ ഫൈനാൻസ് മിനിസ്ട്രി നോട്ട് അടിച്ചുകൊണ്ടിരുന്നു, അടിപ്പിച്ചുകൊണ്ടിരുന്നു, മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരുന്നു. സർക്കാർ കള്ളനോട്ട് അടിച്ചു എന്ന് ചുരുക്കം. ഈ ചിദംബരം ചെയ്ത പ്രവൃത്തിയാണ്. ഇതിന് എവിഡൻസ്, ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാത്തതെന്നൊക്കെ ആദ്യത്തെ ചോദ്യം. ഇതിനൊക്കെ എവിഡൻസ് കിട്ടാൻ പ്രയാസമാണ്. ബട്ട് ഇറ്റ് ഈസ് നോൺ ടു എവരിബഡി. ഒന്ന്, നമ്മുടെ നോട്ട് നേപ്പാളിലും അക്സെപ്റ്റബിളാണ്. ദിസ് ഓപ്പറേഷൻസ്, മേജർ ഓപ്പറേഷൻസ് വെയർ ഡൺ ഇൻ നേപ്പാൾ. ഈ നോട്ട് റിലീസ് ചെയ്യുന്നത് നേപ്പാളിലാണ്. അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യും ഇന്ത്യയിലേക്ക്. ഈ നോട്ടൊക്കെ എന്ത് ചെയ്യും? നല്ല നോട്ടാണോ കള്ളനോട്ടാണോ എന്ന് RBIക്ക് അറിഞ്ഞുകൂടാ. RBIയോട് പലരും ചോദിച്ചല്ലോ, RTI വഴിക്ക് ചോദിച്ചു, എത്ര തിരിച്ചു കിട്ടി? RBIക്ക് ഉത്തരമില്ല. എല്ലാവരും RBIക്ക് ഉത്തരം മുട്ടിക്കാനാണ് എല്ലാവരുടെയും നോട്ടം. ബട്ട് RBI വാ തുറന്നു കഴിഞ്ഞാൽ ഇവന്മാർ മുഴുവൻ അന്തം വിട്ടു പോകും. ബട്ട് യു കനോട്ട്, ബിക്കോസ് ഇറ്റ് ഹാസ് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ്. യുവർ ഓൺ ഗവൺമെൻറ് വാസ് പ്രിൻറ്റിങ് ഫേക്ക് നോട്ട്സ് അണ്ടർ ചിദംബരം. അതാണ് ഇത്രയധികം നോട്ട് വരാൻ കാര്യം. ദെയർഫോർ വാട്ട് യു ഹാവ് ടു ഡു, ഈ നോട്ട് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത നോട്ടടിച്ചപ്പോൾ കണ്ടില്ലേ, 2000-ൻ്റെ നോട്ടടിച്ചു പെട്ടെന്നുള്ള ആർത്തി തീർക്കാനായിട്ട്. ഞാനും വിചാരിച്ചു ഈ 500-ൻ്റെ 1000-ൻ്റെ പിൻവലിച്ച് 2000-ൻ്റെ അടിച്ചു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് സ്റ്റോർ ചെയ്യാൻ എളുപ്പമല്ലേ, എണ്ണം കുറവായിരിക്കുമല്ലോ. ഇതെന്ത് ഈ പരിപാടി കാണിച്ചതെന്ന്. ബട്ട് അതേസമയം ആളുകൾക്ക് ഈ കറൻസി വേണം എന്ന്, എൻ്റെ കാശ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിയുണ്ടല്ലോ. ശരി, 2000 രൂപയുടെ നോട്ടടിച്ച് അവർക്ക് കൊടുക്കുന്നു. ഇറ്റ് വാസ് ഡൺ ഇൻ ഹറിബറി. ആൻഡ് 500 നോട്ട്. ഇതനുസരിച്ച് നമ്മുടെ ATM മുഴുവൻ റീകാലിബ്രേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ആ ഡയമെൻഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഓൾറെഡി ഇറ്റ് ഹാസ് ഗോൺ ആൻഡ് പാകിസ്ഥാൻ ഈസ് സ്റ്റിൽ പ്ലേയിങ് ഡെർട്ടി ഗെയിംസ്. അതുകൊണ്ട് നോട്ടിൻ്റെ സൈസ് കുറയ്ക്കേണ്ടി വന്നു. സൈസ് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ATMൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ATM അക്കോർഡിംഗ്ലി റീകാലിബ്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഈ കഷ്ടതയിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് മോദി പറഞ്ഞത് ഒരു 50 ദിവസം എനിക്കിതാ, 50 ദിൻ ദേതു മേ ഠീക് കർത്താവും. അതിനിവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? 50 ദിവസം തന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പച്ചയ്ക്ക് കത്തിച്ചോ. അങ്ങനെയൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞു എന്നോട് കണക്ക് ചോദിക്ക് 50 ദിവസം കഴിയുമ്പോൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ എക്കോണമി 2% താഴത്തേക്ക് പോയി. 2% താഴത്തേക്ക് പോകും. സുനിലൊന്ന് സങ്കല്പിച്ച് നോക്ക്, നമ്മൾ ഒരു ഭരണിയിൽ ചിപ്സ് ഇങ്ങനെ നിറയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഭരണി നിറയും. നമ്മൾ എന്ത് ചെയ്യും? ഭരണി ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോൾ ഈ ചിപ്സ് എല്ലാം സെറ്റാകും, ഒന്നിന് മുകളിലൊന്നായിട്ട്. നമ്മൾ നിറഞ്ഞു എന്ന് വിചാരിച്ച ഭരണിയുടെ പകുതി പോലും നിറഞ്ഞിട്ടുണ്ടാവില്ല, കൂടുതൽ ചിപ്സ് നമ്മുടെ എക്കോണമി ഇതുപോലെ
ആ കള്ളപ്പണം, കള്ളനോട്ട്, അത് ഇതൊക്കെ ആയിട്ട് ഓർഡറിലല്ല കിടന്നത്. മോദി ഈ ഭരണി ഒന്ന് കുലുക്കിയപ്പോൾ ഒരുപാട് പേർക്ക് വേദനിച്ചു. ബട്ട് കുലുക്കി ഇത് കുറഞ്ഞു. ആ 2% GDP കുറയും. കാരണം ഭരണിയുടെ ലെവൽ കുറയുമല്ലോ. ചിപ്സ് കുറയുന്നില്ല, ഭരണിയുടെ ലെവലാണ് കുറയുന്നത്. ലെവൽ കുറഞ്ഞു, കൂടുതൽ ഉൾക്കൊള്ളാനും പറ്റും. ഈ സിമ്പിൾ ലോജിക്ക് ഇവർക്ക് മനസ്സിലായില്ല. ഇവർ പറഞ്ഞു RBI ആണെങ്കിൽ ഒരു ദിവസം 31 സർക്കുലർ ഇറക്കി RBI. രാവിലെ ഒരെണ്ണം, 1 മണിക്കൂർ കഴിയുമ്പോൾ അതിന് വിരുദ്ധമായ വേറൊരെണ്ണം. ലുക്ക്, നോട്ട് നിരോധനം കഴിഞ്ഞുള്ള എക്കോണമിയുടെ ഇറക്കമുണ്ടല്ലോ, സ്റ്റേബിൾ ഭൂമിയിലേക്കുള്ള ഇറക്കം, ഈ ഫോൾസായിട്ട് ഭൂമി വില കുതിച്ചു വരുന്നു, സകല സാധനങ്ങളിലും വില കുതിച്ചു വരുന്നു. എവിടെ നിന്നൊക്കെ കാശാണ്, എവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല. ഇവിടെയൊക്കെ കാക്കനാട്, എറണാകുളത്തൊക്കെ എന്താ ഭൂമി വില കുതിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ എവിടെ പോയി ആ സാധനം? അങ്ങനെ കുതിച്ച് മുകളിൽ നിന്ന് ഭൂമി വാങ്ങാൻ ആളില്ല. നിരപ്പായ ഭൂമിയിലേക്ക്, സ്റ്റേബിൾ എക്കോണമിയിലേക്ക് വരുമ്പോൾ ഈ ഹെയർപിൻ ബെൻഡ് ഉണ്ടല്ലോ, ആ ഹെയർപിൻ ബെൻഡ് എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡ്രൈവർ ആദ്യം വലത്തോട്ട് തിരിക്കും, ഉടൻ തന്നെ ഇടത്തോട്ട് തിരിക്കും, പിന്നെ വലത്തോട്ട് തിരിക്കും. അപ്പോൾ നമ്മളതിന് ഇതെന്താ ഇത്, ഇടത്തോട്ട് പോയിക്കൊണ്ടിരുന്നു, പിന്നെ വലത്തോട്ട് പോകുന്നു, പിന്നെ വീണ്ടും ഇടത്തോട്ട് പോകുന്നു. RBI വാസ് ഡൂയിങ് പ്രിസൈസ്ലി ദ സെയിം തിങ്. രാവിലെ ഒരു സർക്കുലർ ഇറക്കും, 1 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് സർക്കുലർ ഇറക്കും. ബിക്കോസ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴെ. അതിനനുസരിച്ച് RBIക്ക് പരസ്പര വിരുദ്ധമായ സർക്കുലറുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ലെഫ്റ്റ് പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ് പിന്നെ റൈറ്റ്, ഇങ്ങനെ ചെയ്ത് ഈ മലയിറങ്ങി താഴെ പ്ലെയിൻ ഗ്രൗണ്ടിലേക്ക് ഇപ്പം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബൂം ഇല്ലാണ്ടായി. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൈക്കോടതി ഇൻഡസ്ട്രി ആയിരുന്നു. ഒരു ഹൈക്കോടതി വക്കീൽ കേസിൽപ്പെട്ട് ജയിലിലായി, ഇപ്പം ജാമ്യം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പേര് പറയുന്നില്ല. ആലഞ്ചേരി കേസ് ഇതാണ്. ക്രൈസ്തവ സഭ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി സ്ഥലമെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. അവരുടെ പല സ്ഥലത്ത് കിടക്കുന്ന സ്ഥലം വിൽക്കാനും എല്ലാം കൂടെ തൃക്കാക്കരയിൽ ഒരു പ്ലോട്ടാക്കാനും ഒക്കെയുള്ള പ്രോസസ്സിനിടയ്ക്കാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ചവിട്ട് വരുന്നത്, നോട്ട് നിരോധനം വരുന്നത്. വലിയ ആൾക്കാർ മാത്രമല്ല, സാധാരണക്കാരായ ഒരുപാട് പേർക്കും പരിക്ക് പറ്റി. എനിക്കറിയാവുന്നൊരു കൊച്ചു കമ്പനി, അയാൾ ദാരിദ്ര്യം കൊണ്ട് 2 ലക്ഷം രൂപ കടം മേടിച്ചു, ക്യാഷ്. അന്ന് രാത്രി ഈ നോട്ട് നിരോധനം വന്നു. അയാൾ രാത്രി എന്നെ വിളിച്ചു, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇയാൾക്ക് കാശ് കടം കൊടുത്ത ആളിനെ എനിക്ക് പരിചയമുണ്ട്, അതാണ് പുള്ളിയുടെ ആവശ്യം, ഒന്ന് സംസാരിക്കണം. ആ തന്ന കാശ് ഇതേ തിരിച്ചു പിടിച്ചോ എന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ മറ്റേ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, പാവമാണ്, ചെറിയൊരു ബിസിനസ്സാണ്. എന്ത് പറ്റി? ഞാൻ പറഞ്ഞു നോട്ട് നിരോധനം. അയാൾ ക്യാഷ് കൊണ്ടുപോയി പ്രശ്നം. സാരമില്ല, അയാളോട് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അയാൾക്ക് ക്യാഷ് ചെക്ക് കൊടുക്കുക, അയാൾ ബാങ്കിൽ നിന്ന് എടുത്തോട്ടെ. അങ്ങനെ ആ പ്രശ്നം അത്. ഇങ്ങനെ ചെറിയ ചെറിയ ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായി, ഒരുപാട് പേർക്ക്. CPM-നും ഇതിൻ്റെ ദോഷം ഉണ്ടായിട്ടുണ്ടോ? CPM-ൻ്റെ ഞാൻ പറഞ്ഞു കേട്ടത് 800 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ്. 800 crores. 800 കോടി രൂപ. അതുകൊണ്ടാണ് CPM അപസ്മാര സദൃശ്യമായ ബഹളം ഈ ചാനലുകളെയും കൂട്ടുപിടിച്ച് അന്ന് നടത്തിക്കൊണ്ടിരുന്നത്, ഇന്നും നടത്തുന്നത്. ഇന്നും നോട്ട് നിരോധനം എന്നൊക്കെ പറയുമ്പോൾ ഈ വിനിയോഗിച്ചുകൊണ്ടൊക്കെ വിചാരം ഇതായിരുന്നു, 85% നോട്ട് വരും, ബാക്കി 15 വരും, മോദി കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഈ നോട്ട് അവിടെ നിൽക്കാതെ മുകളിലേക്ക് പോകും തോറും ഇവർ മോദിയെ കളിയാക്കാൻ തുടങ്ങി. മുകളിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഇവർ പരിശോധിച്ചതേയില്ല. ഒന്ന്, ഇവരുടെ ദൈവമാണ് പി ചിദംബരത്തെ പറ്റി ഒരു വാർത്ത ഏതെങ്കിലും മലയാളം ചാനലിൽ കണ്ടിട്ടുണ്ടോ? നോ. അയാളെ മതിൽ ചാടി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത വന്നു. ഈ മതിൽ ചാടാൻ ഇടയാക്കിയ സംഭവം എന്താ? 28 തവണ അയാളുടെ അറസ്റ്റ് തടഞ്ഞു, ലോവർ കോർട്ട് മുതൽ സുപ്രീം കോർട്ട് വരെ. 28ാമത്തെ തവണ സുപ്രീം കോർട്ട് പറഞ്ഞു, ഇനി പറ്റില്ല, ദർ ഈസ് നോ മെറിറ്റ് ഇൻ യുവർ ആർഗ്യുമെൻറ്റ്. അന്ന് രാത്രിയാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വീട്ടിൽ കയറിയിരിക്കുന്നു, പൊക്കളാന്ന്. കാരണം അല്ലെങ്കിൽ അയാൾ കടന്നു കളയും സ്വിറ്റ്സർലൻഡിലേക്ക്. യു ഡോണ്ട് നോ ദ സോഴ്സസ് ഓഫ് പി ചിദംബരം. അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു. അന്ന് ഇവർ കുറേ നെഞ്ചത്തടിച്ചു. ഇത്രയും കാലം അയാളെ അറസ്റ്റ് ഇവേഡ് ചെയ്തത് ഇവർക്കറിയില്ല. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഏത് കേസിലാണ് ചിദംബരം അകത്ത് പോയതെന്ന് മലയാളത്തിലെ ഏതെങ്കിലും മാധ്യമത്തിന് പറയാം? INX മീഡിയ കേസ്. വാട്ട് ഈസ് ദാറ്റ് കേസ്? ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? സകല കേസും ഇട്ട് അലക്കുന്ന വലിയ ഭരണഘടനാ വിദഗ്ധന്മാരൊക്കെ ഉള്ള സ്ഥാപനങ്ങളാണ് മലയാളം. INX മീഡിയ കേസ് വാസ്തവത്തിൽ എനിക്ക് പോലും അറിയില്ല. അത് പഠിക്കണം. കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. യു സി, ഷെയർ മാർക്കറ്റ്, പിന്നെ ഈ ടാക്സ് ഫ്രീ ഹാവൻസ് ഉണ്ടല്ലോ, മക്കാവ് ദ്വീപ്, അതുപോലെയൊക്കെയുള്ള
ഇതൊക്കെ ചേർന്നതാണ് ചിദംബരത്തിൻ്റെ ഈ കള്ളക്കളി. അതിനിടയ്ക്ക് ഒരു കൊലപാതകവും വന്നു. അങ്ങനെയാണ് ആ സിനിമാക്കാരി എന്തോ അറസ്റ്റിലാകുകയും പ്രശ്നമൊക്കെ ആകുകയും ചെയ്തു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ എയർസെൽ മാക്സിസ് കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസുണ്ട്, ഡൽഹി ഹൈക്കോടതിയിലാണ്. അത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ തോന്നുന്നു ഹർജി, ഈ കേസ് CBI അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോഴാണ് INX മീഡിയ കേസ് കിട്ടുന്നത്. INX മീഡിയ കേസിന് ഇമ്മീഡിയറ്റ് തെളിവും സംഗതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് INX വെച്ച് തന്നെ P ചിദംബരത്തെ പൂട്ടി. വാസ്തവത്തിൽ ഈ മറ്റേ കേസ് അന്വേഷിക്കാൻ പോകുന്ന വഴിയിലുണ്ടായ കേസാണ് INX. പോയ വഴിക്ക് കിട്ടിയതാണ്. മറ്റേ കിടക്ക് എപ്പോഴും ബാക്കി. അല്ല, ഏതായാലും ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പറഞ്ഞു ED ഈ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തി ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചതിൽ ഒന്നും ഭയപ്പെടാനില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഭയപ്പെടേണ്ടി വരുമോ? ഭയപ്പെടാനൊന്നുമില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ആക്ഷൻ എടുക്കും, ഡിഫോൾട്ടിന് വല്ല ആക്ഷനുണ്ടോ അതൊക്കെ നോക്കണം. അല്ല, EDക്ക് എടുത്തുകൂടെ രഹസ്യമായി വെച്ചതിന്? രഹസ്യമായി വെച്ചതിന് EDക്ക് എടുക്കാൻ പറ്റില്ല. അല്ല, പ്രൈമറി സഹകരണ ബാങ്കുകളിൽ അല്ലെ സഹകരണ സംഘത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഒഫൻസിൽ നിന്നുള്ള പ്രൊസീഡ്സ്, അതിന് പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയും, ആ പ്രൊസീഡ്സ് വെളുപ്പിക്കാൻ ശ്രമിക്കുക. ഇതാണ് EDയുടെ കേസ്. അല്ലാതെ ഞാൻ സുനിലിൻ്റെ പോക്കറ്റ് അടിച്ച് കഴിഞ്ഞാൽ ED പിടിക്കുകയൊന്നുമില്ല. EDയുടെ ജൂറിസ്ഡിക്ഷൻ അല്ലാതെ അത് സാധാ പോലീസ് നോക്കിക്കോളും. മോഷണമാണ്, പിടിച്ചു പറയും. അല്ല, ED ഇപ്പോൾ അന്വേഷിക്കുന്ന കരുവന്നൂർ ബാങ്കിൽ നടന്ന കള്ളപ്പണം ഇടപാടാണല്ലോ. അപ്പോൾ ഹൈഡ് ചെയ്ത് മെമ്പറല്ലാത്ത CPMൻ്റെ പേരിൽ അക്കൗണ്ട് തുറക്കുകയും അതിലൂടെ വലിയ തോതിലുള്ള ട്രാൻസാക്ഷൻ അത് EDക്ക് ചെയ്യാൻ കേട്ടോ. ഈ അക്കൗണ്ടിൽ മറ്റ് അക്കൗണ്ടുകൾ അവർ ഫ്രീസ് ചെയ്ത പോലെയോ ഒക്കെ അവർക്ക് ആക്ഷൻ എടുക്കാം. അതാണ് ഞാൻ ചോദിച്ചത്. അക്കൗണ്ടിൽ അങ്ങനെയാണെങ്കിൽ ഭയപ്പെടണ്ടേ? അല്ല, അവർക്ക് ഭയമൊന്നുമില്ല. 5 അക്കൗണ്ടിലെ കാശ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ CPMന് എന്ത് ഭയം? അവർക്ക് കാശ് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയല്ലേ. CPMന് കാശിന് പഞ്ഞമൊന്നുമില്ല. അതുകൊണ്ടല്ലേ അവർ ഇലക്ട്രൽ ബോണ്ടിനെ എതിർത്ത്. ഇലക്ട്രൽ ബോണ്ട് ബേസിക്കലി എന്താ, ഒരു റെക്കോർഡ് ഉണ്ടാകുന്നുണ്ട്. രഹസ്യമാണെങ്കിലും ഒരു റെക്കോർഡുണ്ട്. CPM അത് ആഗ്രഹിക്കുന്നില്ല. രഹസ്യമായിട്ട് പോലും ഞങ്ങൾക്ക് വരുന്ന കാശിന് ഒരു റെക്കോർഡ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അത്ര രഹസ്യമായിട്ട് വാങ്ങിയതാണ് സാന്റിയാഗോ മാർട്ടിന് 2 കോടി. അതാണ് മാതൃഭൂമി പത്രം കണ്ടുപിടിച്ചിട്ട് ഫ്ലാഷ് ചെയ്തത്. എന്തെങ്കിലും വാങ്ങിക്കോട്ടെ, പുറത്ത് വന്നല്ലോ. ഇതാണ് റെക്കോർഡിൻ്റെ പ്രശ്നം. ഈ റെക്കോർഡില്ലാതെ വാങ്ങി എന്ന് ഇവർ വിചാരിച്ചതിന് മിനിമം ഒരു എവിടെയെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുമല്ലോ. ഒന്നുകിൽ വാങ്ങിയ ആൾ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ കൊടുത്ത ആൾ ഉറപ്പായിട്ട് എഴുതി വയ്ക്കും. അങ്ങനെയാണ് നമ്മളുടെ PVKK എന്നൊക്കെയുള്ള എഴുത്ത് പുറത്ത് വന്നത്. അപ്പോൾ ഈ കൊടുത്ത ആളുടെ അതിൻ്റെ എണ്ണം ഉണ്ട്, അയാൾ എഴുതി വയ്ക്കും. അതുകൊണ്ട് മാക്സിമം റെക്കോർഡ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് CPMൻ്റെ ഇത് കൂടാതെ CPMന് ഇപ്പോൾ വേണ്ടത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാനുള്ള കാശാണ്. അതവർക്ക് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. അത് മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ നിന്നൊക്കെ 3000 രൂപ വീതം പിരിക്കാൻ പോകുന്നുണ്ട്. അത് കാശില്ല എന്ന് പറഞ്ഞിട്ട് പിരിക്കും. മോദി കാശൊക്കെ ഫ്രീസ് ചെയ്തോളൂ, അക്കോട് 3000 രൂപ. അത് കുഴപ്പമില്ല, അത് തിരിച്ചു കൊടുത്തോളൂ. അടുത്ത പേര് വിഷൻ അത് 150 കോടി രൂപയാണ് അങ്ങനെ പിരിക്കാൻ ഇത് വലിയൊരു കൊള്ളസംഘമാണെന്ന് പണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരാളാണ് എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. പറഞ്ഞു കേട്ട കഥയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. ഈ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ മിനിസ്റ്റർ ആയിരുന്ന ആളിന് 2 കോടി രൂപ കൊടുക്കുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ പെയർ വിഷൻ നടത്താൻ. പെയർ വിഷൻ പുള്ളി സമ്മതിക്കുന്നു, പെയർ വിഷൻ നടക്കുന്നു. പുള്ളി ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കി എടുക്കുന്നു. ആ രീതിയിലൊന്നും ഈ 2 കോടി രൂപ എങ്ങനെ എടുക്കും? KSEBിലെ സകല എംപ്ലോയിയുടെ കയ്യിൽ നിന്നും 1000 രൂപ 2000 രൂപ വെച്ച് അവർ തീരുമാനിച്ചു, ഒരാൾ ഇത്ര രൂപ, ഇന്ന ഗ്രേഡിൽ ഇത്ര രൂപ, ഇത്രയും കൊടുക്കണം, നമുക്ക് പെയർ വിഷൻ വരാൻ പോവാണ്. കൊടുത്തു, ചെയ്തു. ഇപ്പോൾ KSEB എന്ത് ചെയ്തു? മന്ത്രിക്ക് കാശൊന്നും കൊടുത്തില്ല, അവരങ്ങോട്ടങ്ങ് കൂടി 4 തവണ പെയർ വിഷൻ നടത്തി, മന്ത്രിസഭ അറിയാതെ. എന്നിട്ട് ഈ 4 ഫയലും കൂടെ മന്ത്രിസഭയ്ക്ക് അയക്കും. ചീഫ് സെക്രട്ടറി ആക്കിയിട്ട്, സാർ ഇതെന്താ ഇത്? പഴയ ഫയൽ നമ്മൾ ആ KSEBിൽ പെയർ വിഷൻ കൊടുത്തിരുന്നത്, അത് അപ്രൂവ് ചെയ്തില്ലായിരുന്നു. ശരി, കൊണ്ടുപോകാം. കാരണം 4 വർഷം കഴിയുമ്പോൾ എന്തോ സാധനം, ശരി, അതിന് താഴെ ഒപ്പ് വേണം, ഇത്രയല്ലേ ഉള്ളൂ. ഇയാളും കൊണ്ടുപോയി കൊടുക്കും. ഇതെന്താടോ ഇത്? സാർ അത് ആ KSEBിൽ നമ്മൾ അന്ന് പെയർ വിഷൻ കൊടുത്ത് അത് റെഗുലറൈസ് ചെയ്തില്ല. സാറും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഫാക്ടോ അപ്രൂവൽ ആയിക്കോളും, അല്ലെങ്കിൽ ഉടനെ ശരി, ഇനി എവിടെയാ കഴിയും. KSEBിയുടെ പെയർ വിഷൻ കഴിഞ്ഞു. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് നമ്മളുടെ സർവിങ് IAS ഓഫീസറുടെ പേര് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, B. അശോക്. അദ്ദേഹം KSEB ചെയർമാൻ ആയപ്പോഴാണ് ഈ പൂപ്രത്തിലാണ് ഇവിടെ നടക്കുന്നത്.
എന്തൊരു ലഹളയും ബഹളവും ഒക്കെ അങ്ങനെ കയ്യേറ്റം ചെയ്തിരുന്ന ഒരു കണക്കിന് പുള്ളിയെ KSB നിന്ന് മാറ്റിയിട്ട് കൃഷി വകുപ്പിലോ വേണ്ട. ഇതാണ് CPM കാശുണ്ടാക്കാനാണോ മാർഗം? അവർ വേറൊരു ടൈപ്പ് ഓപ്പറേഷനാണ് വികേന്ദ്രീകൃത അഴിമതി എന്നൊക്കെ പറയും. വികേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന പോലെ. അവർക്കതിന് പ്രത്യേക ഏതായാലും ഡിജി ഇപ്പോൾ ED കേരളത്തെ കെജ്രിവാളിനെ വീണ്ടും 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. അല്ല, ഏപ്രിൽ 15 വരെ. ഇപ്പോൾ കേരളത്തെയും ED വിടാതെ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ജ്യോത്സ്യമല്ല, എൻ്റെ ഒരു കൂൾ കാൽക്കുലേഷനാണ്. ഇറ്റ് മേ ഗോ റോങ് ഓൾസോ. എൻ്റെ കാൽക്കുലേഷനാണ്, പ്രവചനമല്ല, അടുത്ത പ്രവചനമല്ല, കാൽക്കുലേഷനാണ്, കൂൾ കാൽക്കുലേഷൻ. അത് കാൽക്കുലേഷൻ തെറ്റിപ്പോയെന്ന് വരാം. അടുത്ത 15 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഭൂകമ്പം കരുവന്നൂരല്ല, വീണ വിജയനാണ്. വീണ വിജയൻ എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 15 ദിവസത്തിനകം EDയുടെ കസ്റ്റഡിയിലാവും. ടേക്ക് ഇറ്റ് ഫ്രം മീ. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.